നമസ്കാരം, ഞാൻ നിഷ. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല, ചെമ്പരത്തിപ്പൂവാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണം നേരിടുന്ന TN പ്രതാപനെ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകനാക്കിയതിൽ പ്രതിഷേധം. സാമൂഹ്യവിരുദ്ധർ കേബിളുകൾ നശിപ്പിക്കുന്നത് പതിവാകുന്നു. ദുരിതത്തിലാകുന്നത് കേബിൾ ഓപ്പറേറ്റർമാരും വരിക്കാരും. മരത്തങ്കോട് CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ച് പാച്ച് ബോക്സുകൾ തകർത്ത നിലയിൽ. പോലീസിൽ പരാതി നൽകി. കായിക കുതിപ്പിന് സാക്ഷ്യം വഹിക്കാൻ കച്ചവട നഗരി. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് ഒളിമ്പിക്സിന് കുന്നംകുളത്ത് തുടക്കമായി. ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ AC മൊയ്തീൻ MLA ജില്ലാ സ്കൂൾ ഗെയിംസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ വേദികളിലായി 18 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. 31-ാം തീയതി സ്കൂൾ ഒളിമ്പിക്സിന് കൊടിയിറങ്ങും. പ്രസിദ്ധമായ പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. ഷൈഖ് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ 114ാമത് ആണ്ടുനേർച്ചയാഘോഷം ആഗസ്റ്റ് 29, 30, 31, സെപ്റ്റംബർ 1 തീയതികളിൽ. നാട്ടുകാരുടെ ജാഗ്രതയിൽ പന്നിത്തടം ചിറമനേങ്ങാട് ശുചിമുറി മാലിന്യം തള്ളാനെത്തിയ വാഹനം പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സംഭവം അക്കിക്കാവ് കേച്ചേരി റോഡിൽ റോയൽ കോളേജിന് സമീപം കമ്പിമാട്ടത്ത്. വാഹനത്തിലുണ്ടായിരുന്നവർക്കും ശുചിമുറി മാലിന്യം തള്ളാൻ നേതൃത്വം നൽകിയവർക്കുമെതിരെ നടപടി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല, ചെമ്പരത്തിപ്പൂവാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. തൃശൂരിൽ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ് CPM MLA-ക്ക് വേണ്ടി BJP-യുടെ മന്ത്രി വാദിക്കുന്നത്. മുകേഷിനെ ന്യായീകരിക്കുന്ന തൃശൂരിലെ ചെമ്പരത്തിപ്പൂവ് എന്തിനാണ് അസ്വസ്ഥനാകുന്നതെന്നും പ്രതാപൻ ചോദിച്ചു. വിഘടനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത്. CPM-ഉം BJP-യും തമ്മിൽ അന്തർധാരയെ കുറിച്ച് ആ അന്തർധാരയുടെ തെളിവാണ് കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ MLA-ക്ക് വേണ്ടി ഈ താമരയിൽ ജയിച്ച തൃശൂരിലെ MP വക്കാലത്തെടുക്കുന്നത് നമ്മളെ കാണാനിടയായി. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ക്രൂര പീഡനങ്ങളാണ് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ ഉണ്ടായത്. കേരളം ഭരിക്കുന്നത് സ്ത്രീവിരുദ്ധ സർക്കാരാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം. ഒരു നിമിഷം പോലും അദ്ദേഹം MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. മന്ത്രി ഗണേഷ് കുമാറും രാജിവെക്കണം. സ്ത്രീകളുടെ മാനം ചോദ്യം ചെയ്ത ഇത്രയും ദാരുണമായ സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടാതെ കമ്മിറ്റിക്ക് മൊഴി നൽകിയ സിനിമാ നടിമാരുടെ മൊഴി കൂടി പുറത്തുവിടണം. യഥാർത്ഥ മൊഴി പുറത്തുവന്നാൽ പല വമ്പന്മാരും കുടുങ്ങും. മാധ്യമങ്ങളുടെ വായ് തുന്നിക്കെട്ടി നിശബ്ദനാക്കാൻ ശ്രമിച്ചാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനുവേണ്ടി കോൺഗ്രസ് മുന്നോട്ടു വരുമെന്നും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും പ്രതാപൻ പറഞ്ഞു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP അധ്യക്ഷനായി. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF മുൻ ചെയർമാൻ MP വിൻസെന്റ്, ജോസഫ് ടാജറ്റ്, IP പോൾ, അനിൽ അക്കര, TV ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. KPCC, DCC ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണം നേരിടുന്ന TN പ്രതാപനെ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകനാക്കിയതിൽ പ്രതിഷേധം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച തൃശൂരിൽ സംഘടിപ്പിച്ച കോൺഗ്രസിന്റെ കളക്ടറേറ്റ് ധർണയാണ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ അറിയിപ്പും പോസ്റ്ററും പുറത്തുവന്നതോടെ പ്രതിഷേധവും പരാതിയുമായി ഒരു വിഭാഗം KPCCക്ക് പരാതി നൽകുകയായിരുന്നു. തൃശൂരിലെ തോൽവിയുടെ കാരണമന്വേഷിക്കാൻ അന്വേഷണ സമിതി രൂപീകരിച്ചിരുന്നു. എന്നാൽ സമിതി ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ആരോപണവിധേയനായ ഒരു വ്യക്തി കൂടിയാണ് TN പ്രതാപൻ. KPCC നിയോഗിച്ച സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അതിന്റെ പ്രായോഗിക തീരുമാനങ്ങൾ പുറത്തുവരാതെ ആരോപണ വിധേയരായവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് പരാതിയിൽ ഉന്നയിക്കുന്നു. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് DCCയുടെ തീരുമാനം. ഈ തീരുമാനത്തിൽ നിന്നും DCC പ്രസിഡന്റ് പിന്തിരിയണമെന്നും പരാതിയിൽ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. TN പ്രതാപനെ പാർട്ടി വേദികളിൽ നിന്നും മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് പരാതിയുമെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ തോൽവിക്ക് പിന്നിൽ പ്രതാപനാണെന്നും പരാമർശമുണ്ട്. പ്രതാപനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ പാർട്ടി വേദികളിൽ ബഹിഷ്കരണമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. തൃശൂരിലെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് KPCC പ്രസിഡന്റിന് പരാതി നൽകിയത്. പ്രതാപനോടൊപ്പം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ UDF ജില്ലാ ചെയർമാനായിരുന്ന MP വിൻസെന്റ് എന്നിവർക്കെതിരെയും പരാതികളുണ്ട്.
അന്വേഷണം പൂർത്തിയാക്കിയിട്ടും റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും പറയുന്നു. CCTV ന്യൂസ് കേച്ചേരി. പന്നിത്തടം നീണ്ടൂർ തങ്ങൾപ്പടിയിൽ യുവതിയെയും 10 വയസ്സ് പ്രായമുള്ള മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് അറസ്റ്റിൽ. പഴഞ്ഞി സ്വദേശി മുതിരമ്പറമ്പിൽ വീട്ടിൽ അനീഷ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. അനീഷിന്റെ ഭാര്യ രേഖ, മകൾ ആരതി കൃഷ്ണ എന്നിവരെ കഴിഞ്ഞ 26-ാം തീയതി പകലാണ് രേഖയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായുണ്ടായ വഴക്കിനെ തുടർന്നാണ് യുവതി മകളുമായി സ്വന്തം വീട്ടിലെത്തിയത്. ഭർത്താവിന്റെ അവിഹിത ബന്ധത്തെ തുടർന്നുള്ള വഴക്കാണ് മരണത്തിനിടയാക്കുന്നതെന്ന് ഇവർ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു. മരണവിവരമറിഞ്ഞെത്തിയ അനീഷും രേഖയുടെ ബന്ധുക്കളുമായി വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കാപ്പ നിയമം ലംഘിച്ച പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി ചിറനല്ലൂർ സ്വദേശി അമ്പലത്ത് വീട്ടിൽ 33 വയസ്സുള്ള ഷമീറാണ് പിടിയിലായത്. ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഗുണ്ടകളെ പിടികൂടുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവിനെ തുടർന്ന് 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് ഷമീറിനെ വിലക്കിയിരുന്നു. ഈ ഉത്തരവ് ലംഘിച്ച് ചൊവ്വാഴ്ച രാത്രി പ്രതി കേച്ചേരിയിൽ എത്തിയിട്ടുണ്ടെന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ഷമീർ. പന്നിത്തടം ചിറമനങ്ങാട് സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടി. പോലീസിൽ ഏൽപ്പിച്ചു. അക്കിക്കാവ് കേച്ചേരി റോഡിൽ റോയൽ കോളേജിന് സമീപം കമ്പിമാട്ടത്താണ് സംഭവം. ഇവിടെ കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. ഇന്നു പുലർച്ചെ മാലിന്യം തള്ളാനെത്തിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തി എരുമപ്പെട്ടി പോലീസിൽ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സെക്രട്ടറി K മായാദേവി, സീനിയർ ക്ലർക്ക് CJ സിനു, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നൻ എന്നിവരും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. തുടർന്ന് പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. ASI അനിൽ, CPOമാരായ അഭിലാഷ്, ബിനീഷ് എന്നിവരാണ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. വാഹനത്തിന്റെ ഡ്രൈവർ മറ്റം സ്വദേശി ജിഷ്ണുവിനും വാഹനത്തിന്റെ RC ഓണർക്കെതിരെയും പോലീസ് കേസെടുത്തു. കസ്റ്റഡിയിലെടുത്ത വാഹനം കോടതിയിൽ ഹാജരാക്കി കണ്ടുകെട്ടുവാനുള്ള നടപടി പോലീസും പഞ്ചായത്ത് അധികൃതരും സ്വീകരിച്ചു. വാഹന ഉടമയിൽ നിന്ന് 50,000 രൂപ വരുന്ന പിഴ ഈടാക്കുമെന്നും പിഴയടയ്ക്കാതിരുന്നാൽ റവന്യൂ റിക്കവറിക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ അറിയിച്ചു. കക്കൂസ് മാലിന്യം തള്ളുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അവർക്ക് വലിയൊരു താക്കീത് കൂടിയാണ് നമ്മൾ ഈ നടപടി കൂടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയൊരു ഫൈൻ നമ്മൾ ഈടാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വണ്ടി കണ്ടുകെട്ടി ലേലം ചെയ്ത് പഞ്ചായത്തിലേക്ക് മുതൽ കൂട്ടുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. CCTV ന്യൂസ് വേലൂർ. സാമൂഹ്യവിരുദ്ധർ കേബിളുകൾ നശിപ്പിക്കുന്നത് പതിവാകുന്നു. ഇതോടെ കേബിൾ ഓപ്പറേറ്റർമാരും വരിക്കാരുമാണ് ദുരിതത്തിലാകുന്നത്. മരത്തങ്കോട് CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ച് പാച്ച് ബോക്സുകൾ തകർത്ത നിലയിലാണ്. മരത്തങ്കോട് AKG നഗറിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ചിലർ നിരന്തരം കേബിളുകൾ മുറിച്ച് നശിപ്പിക്കുന്നതായി കേബിൾ ഓപ്പറേറ്റർ പറയുന്നു. 10,000 രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ലഹരിക്കെതിരെ ശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നടപടികളുമായി എരുമപ്പെട്ടി പോലീസ്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പിടിയിലായത് 9 പേർ. 25 വയസ്സിന് താഴെയുള്ളവരാണ് പിടിയിലായവരിൽ ഭൂരിഭാഗവും. പുന്നയൂർകുളം ചമ്മന്നൂർ സ്വദേശികളായ കോട്ടയിൽ അമാനുള്ള, ചമ്മിനിയിൽ ജാസിം ബിൻ ബക്കർ, വാരിത്തയിൽ ദാവൂദ് എന്നിവർ ഇന്നു നടത്തിയ വാഹന പരിശോധനയിൽ കഞ്ചാവുമായി പിടിയിലായി. ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. കുറഞ്ഞ അളവ് മാത്രമാണ് ഇവരിൽ നിന്ന് ലഭിച്ചത്. അതിനാൽ തന്നെ ഇവർക്ക് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പല പ്രദേശങ്ങളിലും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും വൻതോതിൽ നടക്കുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള പോലീസിന്റെ ഹണ്ടിന്റെ ഭാഗമായി ഇൻസ്പെക്ടർ CV ലൈജുമോൻ, SIമാരായ U മഹേഷ്, അബ്ദുൾ ജബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപകമായ വാഹന പരിശോധനയും ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനവും ഊർജിതമാണ്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. തൃശൂർ പോലീസ് കമ്മീഷണർ R ഇളങ്കോ, കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ലഹരിക്കെതിരെ പരിശോധന നടത്തുന്നത്. CCTV ന്യൂസ് എരുമപ്പെട്ടി. വടക്കേക്കട പഞ്ചായത്തിലെ ശ്മശാന നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനെതിരെ BJP പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. നായരങ്ങാടിയിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സാംസ്കാരിക സെൽ സംസ്ഥാന കൺവീനറും സെൻസർ ബോർഡ് അംഗവുമായ രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു.
BJP ജില്ലാ ഉപാധ്യക്ഷൻ ദയാനന്ദൻ മാമ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കിളിയമ്പറമ്പിൽ, നേതാക്കളായ കിരൺ ബാലചന്ദ്രൻ, KC രാജു, സുഭാഷ് വെങ്കളത്ത്, TK ലക്ഷ്മണൻ, സബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ട് തെരുവിലിറക്കിയതാണ് ഈ വടക്കേക്കാടിലെ കോൺഗ്രസിന്റെ അഴിമതി നിറഞ്ഞ ഈ പഞ്ചായത്ത് ഭരണകൂടം. വർഷങ്ങളായിട്ട് ഈ വടക്കേക്കാട് പഞ്ചായത്തിന് ഈ ശ്മശാനം എന്നുള്ള ഇവിടുത്തെ ജനങ്ങളുടെ വലിയൊരു ആവശ്യം നാളിതുവരെയായിട്ടും നിറവേറ്റാൻ സാധിക്കാത്ത കഴിവുകെട്ട UDF ഭരിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ ഇന്ന് BJP തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സൂചിപ്പിക്കുന്നു. ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊളവല്ലൂർ തുവക്കുന്ന് സ്വദേശി കേലോത്ത് വീട്ടിൽ 28 വയസ്സുള്ള രാഖിലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ആഗസ്റ്റ് 9 ചൊവ്വന്നൂരിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 2 കിലോ ഹാഷിഷ് ഓയിലും 140 ഗ്രാം MDMAയും പിടികൂടിയിരുന്നു. സംഭവത്തിൽ നിതീഷ്, മുഹമ്മദ് അൻസിൽ എന്നിവരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും വാങ്ങി ചാവക്കാട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതികൾ കുന്നംകുളം പോലീസിന്റെ പിടിയിലാകുന്നത്. തുടർന്ന് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് രാഖിലിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. തുടർന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഓഗസ്റ്റ് 9 പിടിയിലായ 2 പേർക്ക് രാഖിലാണ് ഹാഷിഷ് ഓയിലും MDMAയും വിൽപ്പന നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ രാഖിലെന്നും സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ രവികുമാർ, ശ്രീജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CCTV ന്യൂസ് കുന്നംകുളം. സംസ്ഥാനത്തെ മികച്ച താലൂക്ക് ആശുപത്രിക്കുള്ള കായകൽപ്പ പുരസ്കാരം കരസ്ഥമാക്കിയ ചാവക്കാട് താലൂക്ക് ആശുപത്രിക്ക് വോയിസ് ഓഫ് പൊന്നാനി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആദരം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ഷാജ്കുമാറിന് ഉപഹാരം സമ്മാനിച്ചു. വോയിസ് ഓഫ് പൊന്നാനി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചെയർമാൻ SK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഇസ്മായിൽ പുതുപൊന്നാനി, ഫക്രുദ്ദീൻ അഞ്ചങ്ങാടി, ഉസ്മാൻ ചാവക്കാട്, ഡോക്ടർ പ്രിയ, PRO അശ്വതി, നഴ്സിംഗ് സൂപ്രണ്ട് സബീന ബീഗം, ലേ സെക്രട്ടറി ഷൈമ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ സ്വാഗതവും സൂപ്രണ്ട് ഡോക്ടർ A ഷാജ്കുമാർ നന്ദിയും അറിയിച്ചു. പ്രസിദ്ധമായ പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം 114ാമത് ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. സമൂഹ സിയാറത്ത്, ഉദ്ഘാടന സമ്മേളനം, സന്നദ്ധാന സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, അനുസ്മരണ സംഗമം, ദിക്ർ ഹൽക്കയും സ്വലാത്ത് മജ്ലിസും, അന്നദാനം, സമാപന പ്രാർത്ഥന എന്നിവയാണ് നേർച്ചയോടനുബന്ധിച്ച് നടത്തുന്നത്. വ്യാഴാഴ്ച കാലത്ത് മഹല്ല് ഖത്തീബ് ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസിയുടെയും നൂണക്കടവ് ഖത്തീബ് KP അബ്ദുള്ളക്കുട്ടി, കാമിൽ സഖാഫി എന്നിവരുടെ നേതൃത്വത്തിൽ പുത്തൻപള്ളിയിൽ മറപ്പെട്ട ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ഗുരുവും പണ്ഡിതനുമായിരുന്ന നൂനക്കടവ് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൈനുദ്ദീൻ റംലിയുടെ കബറിടത്തിൽ നിന്ന് സമൂഹ സിയാറത്ത് നടത്തി ആരംഭിച്ച് കുറുമ്പത്തേൽ മക്കാം, അണ്ടത്തോട് മക്കാം, എരമംഗലം മക്കാം എന്നിവിടങ്ങളിൽ സിയാറത്തു ചെയ്ത് പിന്നീട് പുത്തൻപള്ളി മക്കാമിൽ പ്രാർത്ഥന നടത്തി തുടക്കം കുറിച്ചു. സെപ്റ്റംബർ 1 ഞായറാഴ്ച കാലത്ത് 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടത്തുന്ന അന്നദാനത്തിനു ശേഷം സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുക്കാരി നേതൃത്വം നൽകുന്ന പ്രാർത്ഥനയോടെ ആണ്ടുനേർച്ചയ്ക്ക് സമാപനമാകും. CCTV ന്യൂസ് പൊന്നിയൂർകുളം. ചാവക്കാട് പാലയൂർ കിക്കിരിമുട്ടത്ത് വഴിതർക്കത്തെ തുടർന്ന് ഗൃഹനാഥയെയും മകളെയും മർദ്ദിച്ചതായി പരാതി. കുണ്ടുകുളം സിറാജുദ്ദീന്റെ ഭാര്യ റംല, മകൾ ഫാത്തിമ നിബ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വ്യാഴാഴ്ച അർദ്ധരാത്രി 12:30 ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ അയൽവാസിയടക്കം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മാരകായുധങ്ങൾ ഉപയോഗിച്ച് മതിൽ പൊളിക്കുന്നതാണ് കണ്ടതെന്നും ഇത് എതിർത്ത റംലയ്ക്കും ദൃശ്യം പകർത്താൻ ശ്രമിച്ച ഫാത്തിമയ്ക്ക് നേരെ സംഘം ആക്രമണം നടത്തുകയായിരുന്നുവെന്നുമാണ് പരാതി. ഇവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബം പോലീസിൽ പരാതി നൽകി. ഇന്നലെ ഞങ്ങൾ കിടക്കണ സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊട്ടണ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ വാതിൽ നോക്കുമ്പോൾ കുറേ പേര് ഈ മതിൽ പൊട്ടിക്കണ സൗണ്ട് കേട്ട്. അപ്പം ഞങ്ങൾ അപ്പുറത്തെ ആൻറ്റിനും അമ്മയൊക്കെ വിളിച്ച്
എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇവരും ഞങ്ങളെ കണ്ടിട്ട് മാറണില്ല, മതിൽ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവരൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോലും ഇവരും നിർത്തണുണ്ടായിരുന്നില്ല. അങ്ങനെ എന്നിട്ട് ഞാൻ അപ്പം തന്നെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കൈ വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഹയാത്തിൽ കായിക കുതിപ്പിന് സാക്ഷ്യം വഹിക്കാൻ കച്ചവടം നഗരി. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് ഒളിമ്പിക്സിന് കുന്നംകുളത്ത് തുടക്കമായി. ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ AC മൊയ്തീൻ MLA ജില്ലാ സ്കൂൾ ഗെയിംസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനനുസരിച്ച് നമുക്ക് കായിക ഇനങ്ങളിൽ പുരോഗതി നേടാനായിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുക. വലിയൊരു ശതമാനം കേരളത്തിൽ നിന്നുള്ള താരങ്ങളാണ്. അടിസ്ഥാനപരമായി അവർക്ക് ആവശ്യമായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് സംസ്ഥാനത്തെ സ്പോർട്സ് വകുപ്പിനും സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പും ലക്ഷ്യം വയ്ക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർമാരായ ബിജു C ബേബി, ലബീബ് ഹസൻ, VK സുനിൽകുമാർ, കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ PI റസിയ, ഹെഡ്മാസ്റ്റർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ നടന്ന കരാട്ടെ മത്സരത്തിൽ ആദ്യ റൗണ്ടിലെ വിജയികൾക്ക് MLA AC മൊയ്തീൻ മെഡൽ സമ്മാനിച്ചു. യോഗത്തിന് തൃശൂർ ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ AS മിഥുൻ സ്വാഗതവും RDSGA സെക്രട്ടറി KK മജീദ് നന്ദിയും പറഞ്ഞു. ജവഹർ സ്ക്വയർ സ്റ്റേഡിയം, ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയം, ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പന്നിത്തടം കോൺകോഡ് ഇംഗ്ലീഷ് സ്കൂൾ എന്നിവിടങ്ങളിൽ കരാട്ടെ, റെസ്ലിംഗ്, ബാസ്കറ്റ്ബോൾ, ജൂഡോ, ചെസ്, കബഡി, തൈക്കോണ്ടോ തുടങ്ങി 18 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. ഒളിമ്പിക്സിന് 31-ാം തീയതി കൊടിയിറങ്ങും. CCTV ന്യൂസ് കുന്നംകുളം. എരുമപ്പെട്ടിയിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്തും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടി. വഴിയോര കച്ചവടക്കാരിൽ നിന്നും മത്സ്യ കച്ചവടക്കാരിൽ നിന്നുമാണ് ഉപയോഗിക്കാൻ അനുവദനീയമല്ലാത്ത പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചെടുത്തത്. ഇവരിൽ നിന്നും പിഴ ഈടാക്കി. എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. കടവല്ലൂർ കൊരട്ടിക്കരയിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം, ആർക്കും പരിക്കില്ല. കുന്നംകുളം കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളാണ് സംസ്ഥാന പാതയിൽ കൊരട്ടിക്കര പോസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ച് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സുകളുടെ മുൻവശം ഭാഗികമായി തകരുകയും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന ബസ് കാനയിലേക്ക് ചെരിയുകയും ചെയ്തുവെങ്കിലും യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എതിരെ വന്ന ബസ്സുമായി കൂട്ടിയിടിച്ചത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണ് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിൽ വേലൂർ ഗവൺമെന്റ് രാജസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇരട്ട കിരീട നേട്ടം. കുന്നംകുളം മോഡൽ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഉപജില്ലാ ഫുട്ബോൾ മത്സരത്തിൽ ആൺകുട്ടികളുടെ അണ്ടർ 14, അണ്ടർ 17 വിഭാഗങ്ങളിൽ RSRV സ്കൂൾ ജേതാക്കളായി. അണ്ടർ 14 വിഭാഗത്തിൽ കരുത്തരായ ഗവൺമെന്റ് മോഡൽ ബോയ്സ് കുന്നംകുളത്തിനെയും അണ്ടർ 17 വിഭാഗത്തിൽ ശക്തരായ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിനെയും പരാജയപ്പെടുത്തിയാണ് RSRV സ്കൂൾ ഇരട്ട കിരീടം നേടിയത്. തൃശൂർ സ്പോർട്സ് ഹുഡ് അക്കാദമി കോച്ച് അനസിന്റെയും സ്കൂൾ കായികാധ്യാപകൻ PM ശ്രീജിഷിന്റെയും പരിശീലനത്തിലാണ് വിദ്യാലയം നേട്ടം കൈവരിച്ചത്. വിജയം നേടിയ ഫുട്ബോൾ ടീം അംഗങ്ങളെ സ്കൂൾ PTA-യും അധ്യാപകരും അനുമോദിച്ചു. മറ്റം സർവീസ് സഹകരണ ബാങ്കിന് വനിതാ സാരഥി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ റൂബി ഫ്രാൻസിസിനെ ഐക്യകണ്ഠേനയാണ് ബാങ്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ബാങ്കിൽ ആദ്യമായാണ് വനിത പ്രസിഡന്റ് പദവിയിലെത്തുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ബാങ്ക് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. 13-അംഗ ഭരണസമിതിയിലേക്ക് കോൺഗ്രസ് പാനൽ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. റൂബി ഫ്രാൻസിസിന് പുറമെ അപ്പു ആളൂർ, MM ജോസ്, V ജയശങ്കർ, TI ജോബി, MN നാജിർ, K പ്രമോദ്, ബിജു കാക്കശ്ശേരി, സിംസൺ ജോർജ്, ഗ്ലോറി സജീവ്, MA ശ്രീകുമാർ, ഷെൽബിൻ മറ്റം, ജെൻസി ജെയ്സൺ എന്നിവരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലെ അംഗങ്ങൾ. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ ആദ്യ യോഗം വ്യാഴാഴ്ച രാവിലെ 11-ന് വരണാധികാരിയായ സഹകരണ വകുപ്പ് ഇൻസ്പെക്ടറായ ഷൈനിയുടെ അധ്യക്ഷതയിൽ ചേർന്നതിൽ ഐക്യകണ്ഠേനയാണ് റൂബി ഫ്രാൻസിസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. MK അപ്പു റൂബിയുടെ പേര് നിർദ്ദേശിക്കുകയും TI ജോബി പിന്താങ്ങുകയുമായിരുന്നു.
പ്രസിഡന്റായി ചുമതലയേറ്റതിനെ തുടർന്ന് കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം ചേർന്നു. DCC ജനറൽ സെക്രട്ടറി വി വേണുഗോപാൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. നേതാക്കളായ ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, NA നൌഷാദ്, വിമല സേതുമാധവൻ, അപ്പു ആളൂർ, KS വാസു എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റൂബി ഫ്രാൻസിസിനെയും വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത MM ജോസിനെയും സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും ഹാരാർപ്പണം നടത്തി. CCTV ന്യൂസ് കേച്ചേരി. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ DYFI കാട്ടകമ്പൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 13 യൂണിറ്റുകളിൽ നിന്നായി 4491 പൊതിച്ചോറുകൾ മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്തു. 15ാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി പൊതിച്ചോർ വിതരണത്തിനൊപ്പം 17 പ്രവർത്തകർ രക്തദാനവും നടത്തി. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മെഡിക്കൽ കോളേജിലെ ഹൃദയപൂർവ്വം ക്യാമ്പയിന്റെ ഏകോപനം നടത്തുന്ന സന്തോഷിനെ DYFI കാട്ടകമ്പൽ മേഖലാ സെക്രട്ടറി VS ലെനിൻ ഉപഹാരം നൽകി ആദരിച്ചു. മേഖലാ പ്രസിഡന്റ് ഷെറിൻ ഷാജൻ, ട്രഷറർ അനുമോൻ സി തമ്പി, ജോയിന്റ് സെക്രട്ടറി MV അനേക്, അംഗങ്ങളായ സുകേഷ്, അഭിരാജ്, നിവേദ്, ബിജിത്ത്, വിവിധ യൂണിറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃപരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൂണ്ടൽ KPSTA ഹാളിൽ നടന്ന ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുവഴി നിരവധി അധ്യാപകർക്ക് ജോലി നഷ്ടമാകുകയും ഹൈസ്കൂൾ അധ്യാപകരുടെ പ്രമോഷൻ സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് K അബ്ദുൾ മജീദ് പറഞ്ഞു. നിരവധി പ്രതിലോമകരമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സെബി ഫ്രാൻസിസ് അധ്യക്ഷനായി. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് മുഖ്യാതിഥിയായി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ TU ജെയ്സൺ, റൈജു പോൾ, CR ജിജോ, PK ജയപ്രകാശ്, സൈജു കൊളയങ്ങാടൻ, CJ റൈമണ്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപക സംഘടനകളുടെ ചരിത്രവും വളർച്ചയും എന്ന വിഷയത്തിൽ സംസ്ഥാന മുൻ പ്രസിഡന്റ് VK അജിത് കുമാറും നേതൃത്വ വൈദഗ്ധ്യത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫും ക്ലാസുകൾ നയിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ബാലസംഘം കാട്ടകമ്പൽ മേഖലാ സമ്മേളനം ചിറക്കൽ സാംസ്കാരിക നിലയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം MK ശ്രീജ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് സെക്രട്ടറി VS സഞ്ജയ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീത വിശാൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പുതിയ ഭാരവാഹികളായി ശ്രീജ വിശാൽ പ്രസിഡന്റ്, VS സഞ്ജയ് സെക്രട്ടറി, TS മണികണ്ഠൻ കൺവീനർ, ഷീജ സുധീപ് കോർഡിനേറ്റർ എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. തുടർന്ന് കലാപരിപാടികളും സമ്മാന വിതരണവും നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിനും 42ാമത് 8 നോമ്പ് സുവിശേഷ യോഗത്തിനും സെപ്റ്റംബർ 1 ഞായറാഴ്ച തുടക്കമാകുമെന്ന് പള്ളി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് ദൈവമാതാവിന്റെ 8 നോമ്പാചരണം നടക്കുന്നത്. സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ മാത്യൂസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് കുർബാനയ്ക്ക് ശേഷം പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിം മോർ കുർലോസ് ബാവയുടെയും മലങ്കരയുടെ പ്രകാശഗോപുരം കാലം ചെയ്ത ബസേലിയോസ് പൗലോസ് ദിദിയൻ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെയും അനുസ്മരണ സമ്മേളനവും നടക്കും. വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിനു ശേഷം 42ാമത് 8 നോമ്പ് സുവിശേഷ യോഗത്തിൽ ആദ്യ ദിവസം ഫാദർ ജേക്കബ് മഞ്ഞളി വചന സന്ദേശം നൽകും. തുടർ ദിവസങ്ങളിൽ ഫാദർ പൗലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ, ഫാദർ മാത്യൂസ് ഈരാളിൻ, ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ, ഫാദർ സേവറിയോസ് M തോമസ്, ഫാദർ ഏലിയാസ് അരീക്കൽ എന്നിവർ വചന പ്രഘോഷണം നടത്തും. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാ നമസ്കാരം, ഗാന ശുശ്രൂഷ, സുവിശേഷ യോഗം എന്നിവ നടക്കും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7 സുവിശേഷ മഹായോഗങ്ങളിൽ ഫാദർ പൗലോസ് പാറേക്കര, ഫാദർ മാത്യൂസ് ഈരാളി, 5-ാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാട് നടക്കും. സെപ്റ്റംബർ 7-ാം തീയതി രാത്രി സന്ധ്യാ നമസ്കാരത്തിന് പൗലോസ് മോർ ഐറേനിയോസ് മെത്രാപ്പൊലിത്ത കാർമ്മികത്വം വഹിക്കും. തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസയും ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ വണക്കം, അത്താഴസദ്യ എന്നിവയും നടക്കും. സെപ്റ്റംബർ 8 ഞായറാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ബേസിൽ പോൾ റമ്പാൻ കാർമ്മികത്വം വഹിക്കും. പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. പെരുന്നാളിന്റെ മുന്നോടിയായി തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലിത്ത കൊടിയേറ്റം നടത്തി. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു.
സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 161 ജന്മദിനം BJP SC മോർച്ച കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ആഘോഷിച്ചു. പാർട്ടി ഓഫീസിൽ വെച്ച് പുഷ്പാർച്ചനയും യോഗവും ചേർന്നു. SC മോർച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് സോമൻ കാണിയാമ്പാൽ അധ്യക്ഷത വഹിച്ചു. BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ ഉദ്ഘാടനം ചെയ്തു. SC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാജു ഐനൂർ, പ്രജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സന്തോഷ് മങ്ങാട്, സുന്ദരേഷ് കാണിപ്പയൂർ, പ്രഭാത്, ശിവ ഹൃതിക്, ശിവ കാർത്തിക്, വൈഗ, അർജുൻ, വിജയൻ ചൊവ്വന്നൂർ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് INTUC തൃത്താല റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം 700 രൂപയാക്കുക, തൊഴിൽ ദിനങ്ങൾ വർഷത്തിൽ 200 ദിവസമാക്കി ഉയർത്തുക, തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മെഷർമെന്റ് എടുക്കുന്നതിലെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. INTUC മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി TP മണികണ്ഠന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കോഴിക്കര, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാവ മാളിയക്കൽ, MT ഗീത, INTUC ജില്ലാ ഭാരവാഹികളായ PP കബീർ, VP അഷ്റഫ്, INTUC മണ്ഡലം പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവശ്ശേരി, അസീസ് അമക്കാവ്, അലി പൂവത്തിങ്കൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിഷി ഗോവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, അർഹരായ തൊഴിലാളികൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി സംഘം BMS ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഫെഡറേഷൻ പ്രസിഡന്റ് MK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PK ആറുമുഖൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MV സുരേഷ്, ബാബു ഗുരുവായൂർ, KV രാമചന്ദ്രൻ, സൂരജ് കോട്ടപ്പടി, ജില്ലാ വൈസ് പ്രസിഡന്റ് KV ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കാൽവരി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രൊഫസർ ഡോക്ടർ ജിജി ജോസഫ് പ്രസംഗിക്കും. എല്ലാ ഒന്നാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം നടക്കുമെന്ന് കാൽവരി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. വാഹന സൗകര്യം ഉണ്ടായിരിക്കും. നഷ്ടപ്പെട്ടു. പഴഞ്ഞി മുതൽ തൃശൂർ വരെയുള്ള ബസ് യാത്രയ്ക്കിടെ പഴഞ്ഞി കരിപ്പാല പറമ്പിൽ അശ്മിത്തിന്റെ പണവും വിവിധ രേഖകളും അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ടു. ലഭിക്കുന്നവർ 70 34 53 61 97 89 07 01 42 86 എന്നീ നമ്പറുകളിൽ അറിയിക്കുക. വയനാടിനെ ചേർത്ത് പിടിക്കാനായി ചിറക്കൽ മോസ്കോ കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച പായസ ചലഞ്ചിൽ നിന്നും ലഭിച്ച തുക കൈമാറി. 78,966 രൂപയുടെ DD AC മൊയ്തീൻ MLAക്ക് ചിറക്കൽ സെന്ററിൽ മോസ്കോ ക്ലബ്ബ് സെക്രട്ടറി നിവേദ് PB, ക്ലബ്ബ് പ്രസിഡന്റ് മൂവ്സിൽ MM, മറ്റ് ക്ലബ്ബ് മെമ്പർമാർ എന്നിവർ ചേർന്ന് കൈമാറി. ചടങ്ങിൽ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി MN സത്യൻ, കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ, CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, കാട്ടകമ്പാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബുരാജ്, മറ്റു പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതിജീവിതർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി ഹേമ കമ്മിറ്റി രൂപീകരിച്ച് സംസ്ഥാന സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. WCCക്ക് പൂർണ്ണ പിന്തുണ നൽകിയും അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഐക്യദാർഢ്യ പ്രകടനം നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർപേഴ്സണുമായ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ അധ്യക്ഷയായ യോഗത്തിൽ ഏരിയ സെക്രട്ടറി പത്മ വേണുഗോപാൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിലെ മികച്ച നെൽകർഷകനായി തെരഞ്ഞെടുത്ത സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റ് ഭരണസമിതി അംഗം NK കുമാരനെ പെൻഷനേഴ്സ് യൂണിയൻ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് TK രവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡെന്നിസ് മങ്ങാട്, ബ്ലോക്ക് സെക്രട്ടറി CG ജോബരാജ്, PK വേലു, P സുലോചന, ബീബാത്തു, ഗ്ലാഡിസ്, ജോത്സ്ന എന്നിവർ സംസാരിച്ചു. NK കുമാരൻ മറുപടി പ്രസംഗം നടത്തി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ കായിക ദിനം ആചരിച്ചു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് കായിക ദിനമായി ആചരിക്കുന്നത്. കായിക രംഗത്തെ പ്രതിഭകളെ ആദരിക്കുവാനും ആരോഗ്യകരമായ ജീവിതശൈലി കൈവരിക്കാനും കായിക വിഷയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ഈ ദിനാചരണം സഹായകമാകുമെന്ന് പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു.
ദേശീയ കായിക ദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പ്രസംഗം, എയറോബിക് ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ സനൂപ്, സാമുവൽ, ഷാൻഡി PD എന്നിവർ നേതൃത്വം നൽകി. കർഷക അനുമോദന വാരാചരണത്തോടനുബന്ധിച്ച് കടവല്ലൂർ പഞ്ചായത്തിലെ മികച്ച കർഷകരെ വീട്ടിലെത്തി ആദരിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ 37 നമ്പർ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളാണ് പഞ്ചായത്തിലെ മികച്ച കാർഷിക പ്രവൃത്തികൾ നടത്തിയ കർഷകരായ പാരാക്കര മൊടേങ്ങത്ത് അബ്ദുൽ ഖാദർ, മേലേതിൽ ഉണ്ണികൃഷ്ണന്റെ സഹധർമ്മിണി കല്യാണി, ആനക്കല്ല് ചാണാശ്ശേരി രവി എന്നിവരെ ആദരിച്ചത്. ഓരോ കർഷകരുടെയും കൃഷിയിടങ്ങളും ഫാമുകളും സന്ദർശിക്കുകയും കൃഷി രീതികളെക്കുറിച്ച് ചോദിച്ചറിയുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കാർഷിക പ്രവൃത്തികളുടെ അനിവാര്യത യുവതലമുറയ്ക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി നടത്തിയ ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ഹസീന നൌഷാദ്, അസിസ്റ്റന്റുമാരായ ഓഫീസർ PA അശ്വതി, TA ഹൈറുന്നിസ എന്നിവർ നേതൃത്വം നൽകി. NSS വോളണ്ടിയർമാരായ PN നന്ദന, ഹനാൽ, ആമിന ഷാജി തുടങ്ങി 15ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സയൻസ് മ്യൂസിയം ഇനി ക്ലാസ് റൂമുകളിലേക്കും എന്ന ക്യാമ്പയിൻ പ്രധാന അധ്യാപിക K ഗിരിജ ഉദ്ഘാടനം ചെയ്തു. NISC കോർഡിനേറ്റർമാരായ P ബാബു ജോൺ, ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. സ്കൂളിലെ സയൻസ് ക്ലബ് പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും ഭൗതിക ശാസ്ത്രങ്ങളുടെ പഠന രീതികളിൽ പുതിയ അവബോധവും ദിശാബോധവും വളർത്തുന്നതിനു വേണ്ടിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ക്ലാസിന്റെ അവതരണ രീതികളും പരീക്ഷണങ്ങളും കുട്ടികളിൽ കൗതുകമുണർത്തി. സയൻസ് അധ്യാപകരായ ശുഭ T, മീര ഗോപാൽ, കൃഷ്ണപ്രിയ, മീര TS എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പുന്നൂർക്കുളത്തെ ARD 189 നമ്പർ റേഷൻ കടയിൽ K സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. പുന്നൂക്കാവ് ക്ഷേത്രത്തിന് സമീപം ഫാത്തിമ ലൈസൻസിയായി പ്രവർത്തിക്കുന്ന 189 നമ്പർ റേഷൻ കടയാണ് ഇനി മുതൽ K സ്റ്റോറായി പ്രവർത്തിക്കുന്നത്. വാർഡ് മെമ്പർ ഷംസുദ്ദീൻ ചന്ദനത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഗ്രീഷ്മ ഷനോജ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, താലൂക്ക് സപ്ലൈ ഓഫീസർ സൈമൺ ജോസ്, റേഷനിംഗ് ഇൻസ്പെക്ടർ KR മിനി, റേഷൻ വിതരണ കേന്ദ്രം പ്രതിനിധി B കുട്ടി മുഹമ്മദ് അലി, റഷീദ് എന്നിവർ സംബന്ധിച്ചു. K സ്റ്റോർ യാഥാർത്ഥ്യമായതോടെ ശബരി ഉൽപ്പന്നങ്ങൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, ചോട്ട ഗ്യാസ്, അക്ഷയ, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവ റേഷൻ കട വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. CPM കാട്ടകമ്പ ലോക്കൽ കമ്മിറ്റി കുടുംബ സദസ്സ് ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കൊളത്തേരിയുടെ അധ്യക്ഷതയിൽ ചിറക്കൽ സാംസ്കാരിക നിലയത്തിൽ നടന്ന കുടുംബ സദസ്സിൽ ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബുരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വയനാട് പുനർനിർമ്മാണത്തിന് സ്ക്രാപ്പ് ചലഞ്ചിന്റെ ഭാഗമായി DYFI കിടങ്ങൂർ നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ക്യാമ്പയിൻ പൂർത്തീകരിച്ച് 17,007 രൂപ പന്നിത്തട മേഖലാ കമ്മിറ്റിക്ക് കൈമാറി. DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുബിൻ AS, മേഖലാ സെക്രട്ടറി ഗിൽസൺ KV, മേഖലാ ട്രഷറർ വിനീഷ് KV, മേഖലാ ജോയിന്റ് സെക്രട്ടറി അൻഷാദ് KM, CPM ബ്രാഞ്ച് സെക്രട്ടറി നൌഫൽ K മുഹമ്മദ്, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചികിത്സാർത്ഥം വീടും പറമ്പും വിൽക്കേണ്ടി വന്ന പുന്നയൂർക്കുളം മാവിൻ ചുവട് കല്ലിങ്ങൽ ഫാത്തിമ സുമനസുകളുടെ സഹായം തേടുന്നു. കരുണ വറ്റാത്തവരുടെ പിന്തുണയും സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർധന കുടുംബം. മാവിൻ ചുവട് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു ഫാത്തിമയും മകളും 90 വയസ്സായ പിതാവും താമസിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഫാത്തിമയുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. 1 വർഷം മുമ്പാണ് ഫാത്തിമയ്ക്ക് ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സ തുടങ്ങിയത്. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ചൂണ്ടൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞത്. ചികിത്സയുടെ ഭാഗമായി ഇവർക്കുണ്ടായിരുന്ന കിടപ്പാടം വിൽക്കേണ്ടി വന്നു. ഇതിനെ തുടർന്ന് മാവിൻചൂട് റിയ റോഡ് പരിസരത്ത് മറ്റൊരു 3 സെന്റ് സ്ഥലം വാങ്ങി തറ നിർമ്മിച്ചെങ്കിലും പിന്നീട് നിർമ്മാണമൊന്നും നടത്താനായില്ല. കിടപ്പുരോഗിയായ പിതാവും വിവാഹപ്രായമെത്തിയ മകളും അടങ്ങിയ കുടുംബം കയറിക്കിടക്കാൻ സംവിധാനമില്ലാതെ വിഷമിക്കുകയാണ്. ക്യാൻസർ ചികിത്സ തുടരുന്ന 54-കാരിയായ ഫാത്തിമ. ഇവരുടെ ചികിത്സാ ചെലവിനു മാത്രം ഒരു മാസം 5,000 രൂപയിലേറെ ചെലവ് വരും. അടുത്ത വീടുകളിൽ ചെറിയ സഹായം ചെയ്തുകൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം ഉപയോഗിച്ചാണ് നിലവിൽ ഇവരുടെയും പിതാവിന്റെയും ചികിത്സാ ചെലവും വീട്ടുചെലവും കഴിഞ്ഞു പോകുന്നത്.
ഇവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയ വാർഡ് മെമ്പർ അബു താഹിർ കൺവീനറായും കോതോട് മഹല്ല് പ്രസിഡന്റ് വി ഹസൻ ഹാജി ചെയർമാനായും ഇ.കെ. അബൂബക്കർ ട്രഷററായും ഒരു കമ്മിറ്റി രൂപീകരിച്ച് പുന്നയൂർകുളം SBI ബാങ്കിൽ 67 35 46 17 92 2 എന്ന നമ്പറിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായമാണ് ഇവരുടെ പ്രതീക്ഷ. 97 45 13 07 73 എന്ന നമ്പറിൽ ഗൂഗിൾ പേ ആയാലും സഹായങ്ങൾ നൽകാവുന്നതാണ്. ചികിത്സാ ചെലവിനു പുറമെ ഒരു ചെറിയ ഭവനം ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്മിറ്റിയും നാട്ടുകാരും. വളരെ വിഷമത്തിലും കഷ്ടത്തിലുമാണ് ഇപ്പോൾ അവരുള്ളത്. കാരണം അവരുടെ തുടർ ചികിത്സ, താമസിക്കാനൊരു ഇടമില്ല, ഉള്ള വീടാണെങ്കിൽ വിറ്റ് ഇങ്ങനെ ഒരു തറ മാത്രമായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊന്ന് ഒരു ചെറിയ നിരക്ക് ഉള്ളതിൽ 1-2 റൂമുകളാക്കിയിട്ടെങ്കിലും ഒന്ന് ആക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. പ്രായമായ ഉപ്പ, 90 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഉപ്പയാണ്, നിത്യരോഗിയാണ്. അപ്പോൾ അവരുടെ ചികിത്സകളും മറ്റു കാര്യങ്ങളും, അതുപോലെ പ്രായമായ മകൾ, ഇതെല്ലാം വീട്ടിലെവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടാണ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ രോഗിയായ കാരണം അതിനൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ അകമഴിഞ്ഞ നിരക്ക് നിങ്ങളിൽ നിന്നുള്ള സഹായകരണങ്ങൾ ഉണ്ടാവണം. CCTV ന്യൂസ് പുന്നയൂർകുളം. ശക്തമായ കാറ്റിൽ പാഴ്മരം റോഡിലേക്ക് പൊട്ടിവീണു. ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. പോർക്കുളം വില്ലേജ് ഓഫീസിന് സമീപം വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് വഴിയരികിൽ നിന്നിരുന്ന മരം പൊട്ടി റോഡിലേക്ക് വീണത്. ഇതുവഴി വന്നിരുന്ന ബൈക്കിന് മുകളിലേക്ക് മരത്തിന്റെ ശിഖരങ്ങൾ പതിച്ചെങ്കിലും യാത്രക്കാരായ പോർക്കുളം കണ്ടത്തുവളപ്പിൽ അബൂബക്കർ, ഷഫീഖ് എന്നിവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ബൈക്കിന് നിസ്സാര കേടുപാടുകൾ സംഭവിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജിഷ ശശി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കി. ബാലസംഘം പുന്നയൂർകുളം ഈസ്റ്റ് വില്ലേജ് സമ്മേളനം ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ KV ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സമ്മേളനത്തിൽ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് ഫാദിയ അധ്യക്ഷയായി. NK അക്ബർ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, മേഖലാ കൺവീനർ രാജൻ മാസ്റ്റർ, കോർഡിനേറ്റർ ഫസീജ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി പാർവതി, പ്രസിഡന്റ് ഹാദിയ, കൺവീനർ രാജൻ മാസ്റ്റർ, കോർഡിനേറ്റർ ഫസീജ എന്നിവരെ തെരഞ്ഞെടുത്തു. നഷ്ടപ്പെട്ടു. കുന്നുകുളം വടക്കാഞ്ചേരി റോഡിലെ ടൗൺ കുരിശുപള്ളി പരിസരം മുതൽ അയ്യപ്പത്ത് റോഡ് വരെയുള്ള യാത്രക്കിടെ കുരുന്നിന്റെ 2 പൗൺ തൂക്കം വരുന്ന സ്വർണ്ണ അരഞ്ഞാണം നഷ്ടപ്പെട്ടു. ലഭിക്കുന്നവർ അറിയിക്കുക. 98 95 00 50 80. മറ്റൊരു നമ്പർ 04 885 2 22 108. CPM നേതാവും എളവള്ളി പഞ്ചായത്തിന്റെയും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പ്രസിഡന്റുമായിരുന്ന MP സിദ്ധാർത്ഥന്റെ 7ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിന്റെ ഭാഗമായി ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷനായി. ആഷിഖ് വലിയകത്ത്, CF രാജൻ എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ മകീര്യം പൂജ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർമന അനൂപ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. തുടർന്ന് വാദ്യം കുട്ടിക്കയറി. ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട കോയിപ്ര പരതട്ടിൽ സുമ P. കുഞ്ഞുമോനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് ഇവർ പടിഞ്ഞാറെ നടയിലെ ലോഡ്ജിൽ മുറിയെടുത്തത്. ഇവരെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് ലോഡ്ജ് ജീവനക്കാർ മുറി പരിശോധിച്ചപ്പോഴാണ് തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. ടെമ്പിൾ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6715 രൂപ, പവന് 53720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 93 രൂപ. ചരമം. ചൂണ്ടൽ പൂലോത്ത് രാമചന്ദ്രന്റെ ഭാര്യ ഇന്ദിര നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. രതീഷ്, ഇന്ദു എന്നിവർ മക്കളാണ്. വയലത്തൂർ വീട്ടിക്കിഴി ശാന്ത നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ നടക്കും. സുരേഷ്, ഗീത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണം നേരിടുന്ന TN പ്രതാപനെ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകനാക്കിയതിൽ പ്രതിഷേധം. സാമൂഹ്യവിരുദ്ധർ കേബിളുകൾ നശിപ്പിക്കുന്നത് പതിവാകുന്നു. ദുരിതത്തിലാകുന്നത് കേബിൾ ഓപ്പറേറ്റർമാരും വരിക്കാരും. മരത്തങ്കോട് CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ച് പാച്ച് ബോക്സുകൾ തകർത്ത നിലയിൽ. പോലീസിൽ പരാതി നൽകി. കായിക കുതിപ്പിന് സാക്ഷ്യം വഹിക്കാൻ കച്ചവട നഗരി. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് ഒളിമ്പിക്സിന് കുന്നംകുളത്ത് തുടക്കമായി. ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ AC മൊയ്തീൻ MLA ജില്ലാ സ്കൂൾ ഗെയിംസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ വേദികളിലായി 18 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. 31-ാം തീയതി സ്കൂൾ ഒളിമ്പിക്സിന് കൊടിയിറങ്ങും. പ്രസിദ്ധമായ പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. ഷൈഖ് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ 114ാമത് ആണ്ടുനേർച്ചയാഘോഷം ആഗസ്റ്റ് 29, 30, 31, സെപ്റ്റംബർ 1 തീയതികളിൽ. നാട്ടുകാരുടെ ജാഗ്രതയിൽ പന്നിത്തടം ചിറമനേങ്ങാട് ശുചിമുറി മാലിന്യം തള്ളാനെത്തിയ വാഹനം പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സംഭവം അക്കിക്കാവ് കേച്ചേരി റോഡിൽ റോയൽ കോളേജിന് സമീപം കമ്പിമാട്ടത്ത്. വാഹനത്തിലുണ്ടായിരുന്നവർക്കും ശുചിമുറി മാലിന്യം തള്ളാൻ നേതൃത്വം നൽകിയവർക്കുമെതിരെ നടപടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.